കോഴിക്കോട് താമരശ്ശേരി കൈതപ്പൊയിലിന് സമീപം അപ്പാർട്ട്മെന്റിൽ യുവതിയെ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കാക്കൂർ സ്വദേശിനി അസ്നയെയാണ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ നടക്കുന്ന സംഭവമൊക്കെ ഇവൻ കൊലാരി കയറുന്നത്ര ക്യാമറ വെച്ചോണ്ട് അതിൻ്റെ ഉള്ളിൽ അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ തിരിഞ്ഞ് കയറുന്ന പാടെ തന്നെ ലൈറ്റ് ഓഫ് ചെയ്യുന്നൊക്കെ ഓലെ ഫോണിലേക്ക് കിട്ടിയേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഓലെ ഫോണിൻ്റെ അകത്ത് തെളിവ് സഹിതമുണ്ടെന്ന് റഫീഖ് പറഞ്ഞുണ്ട്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇന്ന് 2026 വർഷത്തെ ഫസ്റ്റത്തെ ഒരു വീഡിയോ ആണ്. അൽഹംദുലില്ലാ, ഈ ഒരു വർഷം നന്മ നിറഞ്ഞ സന്തോഷമുള്ളൊരു വർഷമാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇന്ന് ഹസന എന്ന് പേരുള്ള ഒരു യുവതിക്കുള്ള ഒരു അനുഭവമാണ്. ഇത് നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ ഒരു വലിയൊരു പാടാവേണ്ട ഒരു സംഗതിയാണ്. ഭർത്താവും 3 മക്കളും ഉള്ള കോഴിക്കോട് താമരശ്ശേരിയിലുള്ള ഹസന എന്ന് പേരുള്ള ഈ ഒരു യുവതി എന്തൊക്കെയോ കാരണങ്ങളാൽ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് പ്രണയിക്കുന്ന ഒരാളുടെ കൂടെ പോയി. സ്നേഹിക്കുന്ന ഒരാൾ, ആദിൽ എന്നുള്ള ഒരു ചെറുപ്പക്കാരൻ, അവരെക്കാൾ പ്രായം കുറവാണ്. അവൻ്റെ ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച ഒരാളാണ്. അപ്പോൾ നിയമപരമായിട്ട് മതപരമായിട്ട് വിവാഹം കഴിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ നിയമപ്രകാരം, രാജ്യത്തിൻ്റെ നിയമപ്രകാരം ഇവർ വിവാഹം കഴിച്ചിട്ടില്ല. അങ്ങനെ വിവാഹം കഴിക്കാതെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ജീവിക്കാൻ ഇവർക്ക് 3 മക്കളുണ്ട്. ഇവരുടെ കൂടെ 13 വയസ്സായ മോന് മാത്രമേ ഉള്ളൂ. ചെറിയ മക്കളെ ഭർത്താവിൻ്റെ കൂടെ ആയിരുന്നു. കുടുംബം എല്ലാവരും എതിർത്തിട്ടും ഇവൾ പറഞ്ഞത് എനിക്ക് ഇവൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം, ഈ ഒരു വർഷം അവസാനിക്കുന്നൊരു ദിവസം കേൾക്കുന്നൊരു വാർത്ത, ഇവൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു ഹസന എന്ന് പേരുള്ള ആ യുവതിയെ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നുള്ളതാണ്. ആ കുടുംബം ഇന്ന് പരാതിയിലാണ്. ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അങ്ങനെ ദുരൂഹതകളുണ്ട് എന്ന് പറയാൻ അവർ പറയുന്ന കാരണങ്ങൾ ഇങ്ങനെയാണ്. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് സംശയം തോന്നി, എന്തോ ഒച്ചപ്പാടാണ് എന്താണെന്ന്. ഞാൻ വിചാരിച്ചു ഇവർ പോകാനായില്ലേ, 3-ാം തീയതി 3 ദിവസമല്ലേ ഉള്ളൂ, അതിന് വേണ്ടി എന്തോ സാധനങ്ങൾ എടുത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു. ഇത്ര നീളമുള്ള കൊടുവാളും ഇത്ര നീളമുള്ള ബാളും ഒക്കെ ഉണ്ടോ എൻ്റെ അടുത്ത്, ഒക്കെ ഒന്ന് പോലീസ് കണ്ടെടുത്തേക്കാം. അപ്പോൾ അവന് മനഃപൂർവ്വം ആരോ കൊല്ലാനോ ഞോളെ കൊല്ലാനോ നാട്ടുകാർ കൊല്ലാനോ ഒന്നും അറിയില്ല, ഇവിടെ അടുക്കി പിടിച്ച് നിൽക്കുന്നത്. ഇവിടെ നടക്കുന്ന സംഭവമൊക്കെ ഇവൻ കൊലാരി കയറുന്നത്ര ക്യാമറ വെച്ചോണ്ട് അതിൻ്റെ ഉള്ളിൽ അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ തിരിഞ്ഞ് കയറുന്ന പാടെ തന്നെ ലൈറ്റ് ഓഫ് ചെയ്യുന്നൊക്കെ ഓലെ ഫോണിലേക്ക് കിട്ടിയേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഓലെ ഫോണിൻ്റെ അകത്ത് തെളിവ് സഹിതമുണ്ടെന്ന് റഫീഖ് പറഞ്ഞുണ്ട്. അങ്ങനൊക്കെ കാര്യങ്ങൾ. ബാക്കിയതിൻ്റെ ഉള്ളിലൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഭർത്താവ് ആദിൽ ആ സമയം വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ ഈ ആദിൽ ആരാണെന്ന് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവാം. 2025 വർഷം, ഇതുപോലത്തെ ഒരു 2025 വർഷം സ്റ്റാർട്ട് ചെയ്യുന്നൊരു ജനുവരിയിൽ കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു ഉമ്മ, സുബൈദ എന്ന് പേരുള്ള ഒരു ഉമ്മാനെ മകൻ ലഹരി ബാധിച്ചിട്ട് വെട്ടിക്കൊന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ആ ലഹരി ബാധിച്ചിട്ട് ഒരാൾ സ്വന്തം ഉമ്മാനെ വെട്ടിക്കൊന്നത് ഈ പറയുന്ന ആദിലിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ആ ആദിലാണ് ഇപ്പം ഈ ഒരു ദുരൂഹസായിൽ മരണപ്പെട്ട ഹസ്നയുടെ ഭർത്താവ്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, സ്വന്തം ഉമ്മയെ ലഹരിക്കടിമയായിട്ട് കൊല ചെയ്ത ആ ആഷിഖ് എന്നങ്ങനെ പേര്, ആ ആഷിഖിൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ മകനാണ് ആര്? ഈ ആദിൽ. ഉമ്മ സുബൈദയെ കൊന്ന ആഷിഖിൻ്റെ സംഭവത്തിന് ശേഷം ഈ അടുത്ത് തന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഷിബില എന്ന് പേരുള്ള ഒരു ഭാര്യയെ ഒരു യാസിർ എന്ന് പേരുള്ള ചെറുപ്പക്കാരൻ അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. അതും അവരുടെ വീട്ടിൽ പോയിട്ടാണ് ചെയ്തത്. അതൊക്കെ ഇവരുടെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സുഹൃത്ത് വലയങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആദിലിനെ കുറിച്ചിട്ട് ഇത്തരം രീതിയിലുള്ള പറഞ്ഞു കേൾക്കലുകളൊക്കെയാണ് മാധ്യമങ്ങളിലും മറ്റൊക്കെ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇവർക്ക് 3 മക്കളുണ്ട്. ആ 13 വയസ്സുള്ള ഒരു കുട്ടി മാത്രമാണ് ഈ ഹസനയുടെ കൂടെ ഉണ്ടായിരുന്നത്. ബാക്കി 2 മക്കളെ ഭർത്താവ് കാണാൻ പോലും സമ്മതിക്കുമായിരുന്നില്ല. ഒരു ഉമ്മാക്ക് മക്കളെ കാണാതിരിക്കാൻ പറ്റൂല. എവിടെയൊക്കെ ആരുടെ കൂടെയൊക്കെ താമസിച്ചാലും. ഒരു പക്ഷെ ആ മനോവിഷമം, തെരഞ്ഞെടുത്ത ജീവിതം തകർന്നത്, അവർക്ക് ഇവരുടെ കൂടെ ഇറങ്ങിപ്പോവാൻ ന്യായമായ കാരണങ്ങൾ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ലൈഫ് നമ്മൾ സന്തോഷമായിട്ട് മാറണോ? നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതനുസരിച്ചേ സംഭവിക്കുള്ളൂ. നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് ഫുൾ അബദ്ധങ്ങളും അധാർമികതയും ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനത്തെ ഇരിക്കും? അങ്ങനത്തെ റിസൾട്ട് ആയിരിക്കും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് അല്ലേ, അതിൻ്റെ ഔട്ട്പുട്ടല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ തീരുമാനിക്കുക, ഭർത്താവുമായിട്ട് പ്രശ്നമുണ്ട്, അതിങ്ങനെ പ്രശ്നമുണ്ട്, അതൊക്കെ പരിഹരിച്ചിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. ഈ വാർത്തകൾ എത്ര പാഠങ്ങളുണ്ടെങ്കിലും നമുക്ക് പഠിയില്ല. ന്യൂ ഇയറിന് എന്തൊക്കെ തെരുവിൽ കിടന്ന് ആഭാസ നൃത്തങ്ങളാണ്. ഭീമൻ കേക്ക് മുറിച്ചിട്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു യാത്രയിലായിരുന്നു. ഇപ്പോൾ ഞാൻ യാത്രയിൽ ഇന്നലെ മംഗലാപുരത്ത് നിന്ന് വരുന്ന സമയത്ത് ന്യൂ ഇയറിൻ്റെ 12 മണിയാകുമ്പോൾ ഞാൻ കോട്ടക്കൽ ഭാഗത്താണ്. പക്ഷെ ആ കോട്ടക്കലിൽ നിന്ന് സന്തോഷം, കോട്ടക്കലിൽ നിന്ന് ഒരു കൂട്ടർ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾക്ക് നല്ല കാവ തന്നു. മാഷാ അല്ലാ, അതിനേക്കാളും വലിയ സാധനം. ഇപ്പോൾ നമ്മുടെ ന്യൂ ഇയർ എന്ന് പറഞ്ഞത് ഉറക്കമൊഴിക്കുക, നിങ്ങൾ ഉറക്കത്തിൽ നഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ട് തന്നൊരു കാവയാണ് നമ്മുടെ ന്യൂ ഇയർ ആഘോഷം ഉണ്ടായിരുന്നത്. അപ്പോൾ
കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഫാമിലിയുമായിട്ടൊരു യാത്രയിലായിരുന്നു. അങ്ങനെ ഫാമിലി ആയിട്ട് വർഷത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ പോവലുള്ളൂ. ഉള്ളാൾ മക്കാമിൽ പോയി, പിന്നെ മംഗലാപുരത്തുള്ള വേറൊരു വലിയ ഒരു മഹാന്റെ ഒരു മക്കാമിൽ പോയി. അതും മാലിക് ബിൻ ദീനാർ നിർമ്മിച്ച ഫസ്റ്റ് പള്ളിയിൽപ്പെട്ട ഒന്നാണ്. പിന്നെ തളങ്കര മാലിക് ബിൻ ദീനാർ പള്ളിയിൽ പോയി, പിന്നെ മാൽപ്പേ ദ്വീപ് പോയി. അതിൽ ആത്മീയമായ കേന്ദ്രങ്ങളെയൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ പരിചയപ്പെടുത്താം. നിങ്ങൾ കാണാൻ കൂടെ ഉണ്ടാവണം. ഉള്ളാൾ മക്കാമിൽ പോയതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അതിൽ ഒരുപാട് പേര് സന്തോഷങ്ങൾ പങ്കുവെച്ചു. നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, അവിടെ നിന്ന് ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു ബിരുദം ഏതാണ്? മദനി. ശരി ഉത്തരമാണ് എല്ലാവരും എഴുതിയത്. അപ്പോൾ ആരോ പറഞ്ഞിരുന്നു ഞാൻ നേർച്ചയാക്കിയിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് കേരള യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഖാദിർ മുസ്താദിൻ്റെ കേരള യാത്ര ഉള്ളാൾ മഖാമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂ ഇയർ എന്നുള്ളത് നമ്മൾ ആഘോഷിക്കുക, നിങ്ങളുടെയൊക്കെ മക്കൾ എങ്ങനെയൊക്കെ ആഘോഷം സ്വയം ഓർത്ത് നോക്കി. മക്കളൊക്കെ എപ്പോഴാണ് വീട്ടിലേക്ക് ഇന്നത്തെ ഒരു കുട്ടികൾ എന്ന് പറഞ്ഞാൽ 12:30 വരെ 12 മണി വരെ തെരുവിൽ കിടന്നാൽ നല്ലതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ലഹരിക്ക് അഡിക്റ്റ് ആവാതിരുന്നാൽ തന്നെ വലിയൊരു ഹൈറാണ്. ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന മക്കളൊക്കെ മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞൊന്നും വിചാരിക്കല്ലേ. ഇപ്പോൾ ഞാൻ ഇന്നലെ പോയടത്തുനിന്ന് ഓരോ സ്ഥലത്തുനിന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരെ കണ്ടു. സന്തോഷം തോന്നിയത് ഉള്ളാളത്ത് നിന്ന് ഞാൻ കണ്ടത് പാലക്കാട് പട്ടാമ്പിയിൽ നിന്നൊരു ഫാമിലിയെ, രാവിലെ അവിടുന്ന് കണ്ടത് തിരൂരിൽ നിന്നുള്ളൊരു ഫാമിലിയെ. ഞാൻ മാൽപ്പേ ദ്വീപിലേക്ക് പോയപ്പോൾ അവിടെ വളാഞ്ചേരിയിലുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കൂട്ടം. ഞാൻ പിന്നെ പോയത് അവിടുന്നാണ് മറ്റേ മംഗലാപുരത്തുള്ള മാലിക് ബിൻ ദീനാർ നിർമ്മിച്ചൊരു ജലാൽ ബുഖാരി മസ്താൻ എന്ന് പറയുന്ന ഒരു വലിയൊരു സൂഫി ഗുരു ഉണ്ട്. അവിടുത്തെ പള്ളിയിൽ പോയപ്പോൾ അവിടെ മംഗലാപുരത്ത് സ്ഥിരതാമസാക്കിയ ആളുകളാണ് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ. സെൽഫിയൊക്കെ എടുത്ത് സന്തോഷത്തോടെ പറഞ്ഞയച്ചത്. അത് കഴിഞ്ഞിട്ട് മാലിക് ബിൻ ദീനാർ പള്ളിയുടെ അടുത്ത് തളങ്കരയിലെത്തിയപ്പോൾ അവിടെയും നമ്മുടെ വീഡിയോ കാണുന്നു. അവരവിടെ മേലാറ്റൂരോ വളാഞ്ചേരിയിലോ എവിടെയുള്ള ആളുകളാണ്. മാലിക് ബിൻ ദീനാർ പള്ളിയിൽ അവിടെ ഞങ്ങൾ മക്കാമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ ചായ കുടിക്കാനിരിക്കുമ്പോൾ 4 പേരുള്ള ഒരു കുടുംബം ഒരു ബസ്സിൽ വന്നിക്കാണ്. അവർ ഇന്നലെയും കൂടി ഞങ്ങൾ കണ്ടതുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ മോനെ കണ്ടു, സന്തോഷം, വൈഫിനെ പരിചയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ നമുക്ക് യാത്രയിൽ കിട്ടുന്ന കുറേ സന്തോഷങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് പേരിനെ വിളിച്ചു. ഞാൻ കാസർഗോഡ്ക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ മാഷിവിടെ വായോ, വീട്ടിലേക്ക് വായോ. അങ്ങനെ നമ്മളൊരു 3 ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നൊരു യാത്രയാണ്. പിന്നെ ഉള്ളാൾക്ക് എത്തിയപ്പോഴാണ് 4മത്തെ ഫാമിലി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തത് മൈസൂരിൽ നിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഒരാളെ വീട്ടിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം. എന്നാലും ക്ഷണിച്ചല്ലോ, ആ ഒരു സന്തോഷം വളരെ വലിയ സന്തോഷമാണ്. നിങ്ങളുടെയൊക്കെ പല നാടുകളിലൂടെയൊക്കെ ഞാൻ വന്നു. കണ്ണൂർ, എന്താ പറയുക, തലശ്ശേരി, അങ്ങനെ അവിടുത്തെ ബീച്ചുകൾ, ബേക്കൽ കോട്ടകൾ, ഇവിടെ നിന്നൊക്കെ എല്ലായിടത്തും. ബേക്കൽ കോട്ടയിൽ വന്നപ്പോഴും ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കൂട്ടർ. കണ്ണൂർ കോട്ടയിൽ പോയപ്പോഴും ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടർ. എവിടെ എത്തിയാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവിടെ ഉണ്ടാവലുണ്ട് എന്നുള്ളത് നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ കണ്ടാൽ തുറന്ന് സംസാരിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ആ ഒരു സന്തോഷം നമുക്ക് പങ്കുവെക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് 2026 എന്നുള്ളൊരു വർഷത്തിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യം, കുടുംബ ബന്ധത്തിൽ എന്തെങ്കിലും താളപ്പിഴ ഉണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ മക്കൾ പറയുന്നുണ്ടെങ്കിൽ അവർ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. അതെങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക? അവരുടെ ഭാര്യ ഭർത്ത് പ്രശ്നങ്ങളൊന്നും നമ്മൾ ഇടപെടുന്നില്ല, പരിഹാരം കാണുന്നില്ലെങ്കിൽ അവർ സ്വയം കാണുന്ന പരിഹാരങ്ങളാണ് വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോണത്. അത് പിന്നീട് ഉണ്ടാകുന്നൊരു ട്രോമ എന്താണ്? മക്കളെ കാണാതെ, മക്കളെ കിട്ടാതെ. അത് സന്തോഷമായിട്ടല്ല അവസാനിക്കുക. അപ്പോൾ മരണപ്പെട്ടു പോയ ഹസ്നക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. നമ്മളവർക്കൊരു പ്രാർത്ഥിക്കുക. എന്നെ സംബന്ധിച്ചോളം 2025 എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമാണ്. കേസ്, 42 ദിവസത്തെ ജയിൽവാസം, അങ്ങനെ എൻ്റെ ലൈഫിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് 2025 വർഷം ഉണ്ടായത്. എൻ്റെ എന്താ പറയുക, നമ്മൾ ഇത്ര വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു രസമാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു വല്ലാത്തൊരു മാനസികമായൊരു പ്രയാസമുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്നുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ജയിലിൽ പോയപ്പോഴൊക്കെ വലിയ സഹകരണങ്ങളും വലിയ എന്താ പറയുക, നമുക്ക് വലിയ അനുകൂലമായ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ എന്നാലും 42 ദിവസം നമ്മളങ്ങനെ കിടക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായ ഈ വർഷം 2025 അത് എൻ്റെ ഒരു ആയുസ്സിൽ എൻ്റെ ലൈഫിന് 2 ഭാഗമാണ്. ഇതിന് മുൻപ് ശേഷമല്ല. എനിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. എന്താ പറയുക, പ്രതിസന്ധികളും പ്രയാസങ്ങളും കൂടിയെങ്കിലും ഇൻഷാ അല്ലാഹ് എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. അങ്ങനെ ഒരു വർഷമാണ് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ നമുക്ക് കുറേ നല്ല ഒരുപാട് സൂഫി ഗുരുക്കന്മാരുമായിട്ട് കാണാനും അവരുമായിട്ട് ബന്ധപ്പെടാനും സാധിച്ചത് ഇതിന് ശേഷം കൂടിയാണ്. ഒരുപാട് ഞാൻ പരിചയപ്പെട്ടൊരു സൂഫി ഗുരുവിനെ എന്നിലേക്ക് എത്തിച്ചത് മംഗലാപുരത്തുള്ള ഒരു എന്താ പറയുക, ഒരു പള്ളിയിലേക്ക്, മാലിക് ഉണ്ടാക്കിയ ഒരു പള്ളിയിലേക്ക് എത്തിയപ്പോഴാണ് അത് ഞാൻ പോയിട്ട് കണ്ട് സംസാരിക്കുന്ന, ഈ ജയിൽവാസത്തിന് ശേഷം കണ്ട് സംസാരിക്കുന്ന
ഒരു സൂഫി ഗുരുവിൻ്റെ ഗുരുവാണ് അവിടെയുള്ളത് എന്ന് മനസ്സിലായത്. അങ്ങനെ അത്തരം ഗുരുക്കന്മാരിലേക്ക് നമ്മളെ എത്തിക്കാനൊക്കെ കാരണമായത് ഇതിന് ശേഷമായതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഖൈറാണ്. 2026 എല്ലാവർക്കും നല്ല വർഷങ്ങളാവട്ടെ. പിന്നെ നമുക്ക് പ്രതീക്ഷ ഉണ്ടാക്കുന്നത് 2026 വർഷമല്ല, പടച്ചോനാണ് നമ്മുടെ എല്ലാം എന്ന് വിശ്വാസം ഉണ്ടായാൽ മതി. അപ്പോൾ ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് കാന്തപുരം ഉസ്താദ് നടത്തുന്ന ഒരു കേരളയാത്ര ഉണ്ട്. ആ കേരളയാത്ര കാന്തപുരം ഉസ്താദ് ആദ്യമായിട്ട് നടത്തുന്ന കേരളയാത്ര ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യമായിട്ടാണെങ്കിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ അല്ല. ഇതാണ് നിങ്ങൾ ഉത്തരവായിട്ട് എഴുതേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.